അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ മുരിങ്ങയില വെച്ചിട്ടുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്, നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മുരിങ്ങയില നമുക്ക് ഈ ഞെട്ടിൽ നിന്നും അടർത്തിയെടുക്കാം. ഈ തണ്ടിൽ നിന്ന് ഇതുപോലെ ഓരോന്നായിട്ട് അടർത്തിയെടുക്കുക. ഇത് വരാൻ പാടില്ല. അപ്പൊ ഈ ഒരു രീതിക്ക് തണ്ടിൽ നിന്ന് നമുക്ക് മുരിങ്ങയില എടുക്കാം. മുരിങ്ങയില തണ്ടിൽ നിന്നും അടർത്തി എടുത്തതിന് ശേഷം ഈർപ്പൊക്കെ മാറ്റി നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് മുരിങ്ങയില. മുരിങ്ങയില ശരീരത്തിന്റെ ഊർജ്ജനില വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ തളർച്ച, ക്ഷീണം എന്നിവയിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒന്നാണ് മുരിങ്ങയില. മുരിങ്ങയിലകളിൽ ഒരുപാട് ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബലഹീനത കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ ഏറ്റവും നല്ലതാണ് ഈ മുരിങ്ങയില. മുരിങ്ങയില 2 കൈപ്പിടിയാണ് നമുക്ക് വേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. എണ്ണമറ്റ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സൂപ്പർ ഫുഡാണ് കറിവേപ്പില. വിറ്റമിൻ എ അടങ്ങിയിട്ടുള്ള പോഷകങ്ങളുടെ കലവറയായ കറിവേപ്പില മറ്റ് ആരോഗ്യ ഗുണങ്ങളിലും ഏറെ മുൻപന്തിയിലാണ്. കറിവേപ്പിലയിൽ കാർബോഹൈഡ്രേറ്റ്, നാരുകൾ കൂടാതെ വിറ്റമിൻ എ, വിറ്റമിൻ സി, വിറ്റമിൻ ഇ, വിറ്റമിൻ ബി എന്നിവ സമ്പന്നമാണ്. പ്രമേഹം നിയന്ത്രിക്കുന്നതിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഹൃദയത്തിൻ്റെ പ്രവർത്തനം നല്ല നിലയ്ക്ക് ആക്കി വെക്കാനും ഒക്കെ ഈ കറിവേപ്പില ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈർപ്പമൊന്നുമില്ലാതെ ഇത് എടുത്തിട്ടുണ്ട്. കറിവേപ്പില നമുക്ക് വേണ്ടത് 1 കൈപ്പിടി അളവിലാണ്. പിന്നെ ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് 3 ടേബിൾ സ്പൂൺ നിലക്കടല ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്ത നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്യാത്ത നിലക്കടലയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റെങ്കിലും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്ത നിലക്കടല ആയതുകൊണ്ട് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തോടുള്ള ഉഴുന്നാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. തോടില്ലാത്ത ഉഴുന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. മിക്സറിലൊക്കെ ഇടുന്ന പൊട്ടുകടല ഉണ്ടല്ലോ, അതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയും കൂടി ഇടാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ചൂടാണ്. അതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. വീണ്ടും അതേ പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഒരു 6 വറ്റൽമുളക് ഇടാം. അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഒരു 2 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ സാധാരണ എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി മുളകാണെന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുക്കുക. അധികം എരിവൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഈ മുളകായതുകൊണ്ട് കുറച്ച് എരിവുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 6 വറ്റൽമുളക് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 വെളുത്തുള്ളി അല്ലികൾ ഇട്ട് കൊടുക്കാം. ആ തൊലിയോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. തൊലി വേണമെന്നുണ്ടെങ്കിൽ തൊലി മാറ്റിയിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം 1 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് നാൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വെളുത്തുള്ളി 2 മിനിറ്റെങ്കിലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ചല്ലേ കാണിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ലാസ്റ്റിൽ ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കി ചൂട് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം.
ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുള്ള മുരിങ്ങയിലയാണ് 2 കൈപ്പിടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്ന ഈർപ്പമൊന്നുമില്ലാത്ത 1 പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ് കറിവേപ്പിലയും മുരിങ്ങയിലയൊക്കെ. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ല മുരുമുരാ ആകുന്നത് വരെ വറുത്തെടുക്കണം. ഫ്ലെയിം കൂട്ടി ഇട്ട് നമ്മൾ വറുത്തെടുക്കരുത്, എന്നാൽ പിന്നെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടും. മുരിങ്ങയില കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാവും. ഊർജ്ജനില വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ശരീരത്തിലെ തളർച്ച, ക്ഷീണം ഒക്കെ മാറ്റുന്നതിന് ഈ മുരിങ്ങയില ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. മുരിങ്ങയിലയിൽ അതുപോലെ തന്നെ ഇരുമ്പ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ബലഹീനതയൊക്കെ വന്നവർക്ക്, ശരീരമൊക്കെ ബലക്കുറവുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഈ മുരിങ്ങയില കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഈ മുരിങ്ങയില ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല മുരുമുരാന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് പൊടിഞ്ഞു വരണം. നമ്മൾ എടുത്തതിനേക്കാളും കുറച്ചേ ഉള്ളൂ. നമ്മൾ റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ചേ കാണുള്ളൂ. നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് നല്ലോണം പൊടിഞ്ഞു വരണം. ഈ ഒരു രീതിയിലാവണം. ഇപ്പോൾ നല്ല ചൂടാണ്. ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു മിക്സിയിൽ ഈർപ്പമൊന്നുമില്ലാത്ത ഒരു ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് ചൂട് മാറാൻ വേണ്ടി മാറ്റി വെച്ചില്ലേ, അപ്പോൾ അത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി എടുത്ത് മാറ്റിയിട്ട് വേണം ഇടാനായിട്ട്. വെളുത്തുള്ളി ഇതിലേക്കിട്ട് പൊടിക്കരുത്. ലാസ്റ്റിൽ വേണം വെളുത്തുള്ളി ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ. ഇനി ഇത് ഒരുപാട് പൗഡർ രൂപത്തിൽ പൊടിക്കരുത്, തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും അതിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് മാറ്റിയില്ലേ വെളുത്തുള്ളി അല്ലികൾ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. അത് ഉപ്പൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിതിലൊന്നും ചേർക്കാനുള്ള കായപ്പൊടിയൊക്കെ നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് പൾസ് മോഡിലിട്ടിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. ഒരേ സ്പീഡിലിട്ട് പൊടിക്കരുത്. നമ്മൾ പെട്ടെന്ന് ഈ കറിവേപ്പിലയും അതുപോലെ തന്നെ മുരിങ്ങയിലയും നല്ല മൊരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പൾസ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ അതാ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2 പ്രാവശ്യം പൾസ് ചെയ്യുമ്പോൾ തന്നെ നല്ലോണം പൊടിഞ്ഞ് കിട്ടും. ഈ ഒരു രീതിക്ക് പൊടിച്ചിട്ടെടുക്കുക. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ദാ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ്. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഈ ദിവസവും അല്പം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രമേഹ സാധ്യത പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുവാൻ, പ്രമേഹ രോഗം നിയന്ത്രിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് 1 സ്പൂണൊക്കെ എടുത്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ദോശ, ഇഡ്ഡലി അതിൻ്റെ കൂടെ കുറച്ച് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ നെയ്യോ ഒക്കെ കൂട്ടിയിട്ട് കുഴച്ചിട്ട് ദോശയുടെ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ ഇതുപോലെ 1 സ്പൂൺ കഴിച്ചാൽ മാത്രം മതി. കുറച്ച് നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഈർപ്പമൊന്നുമില്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പികൾ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതിൽ നിന്നും 1 സ്പൂൺ എടുത്തിട്ട് കഴിക്കുക. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്